ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ NDA BJP ചില അട്ടിമറികൾക്ക് ശ്രമം തുടക്കം മുതലുണ്ട്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചിത്രമാണ് അവർക്ക് സാധ്യത നൽകുന്നത്. ശോഭാ സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി അവിടെ ചില അട്ടിമറികൾക്ക് സാധ്യതയുണ്ടെന്ന് അവർ കരുതുന്നുണ്ട്. ആ സാധ്യതയിൽ ഊന്നു തന്നെയാണ് അവരുടെ നീക്കവും സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തവണ കായംകുളത്തെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ശോഭാ സുരേന്ദ്രനാണ് ഏറ്റവും പ്രാധാന്യത്തോടെ കടന്നു വരുന്നത്. എന്തുകൊണ്ട് എങ്ങനെ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവുന്നു എന്ന കാര്യം കൂടി നമുക്ക് നോക്കാം. എങ്ങനെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് കടന്നു വരുമ്പോൾ മികച്ച സ്ഥാനാർത്ഥിയായി മാറുന്നു, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെ സാധ്യത എന്ത് എന്നുകൂടി നമുക്ക് നോക്കാം. കായംകുളം പിടിക്കാൻ ഇത്തവണ BJP ഒരുക്കുന്ന തന്ത്രത്തിൽ ഏറ്റവും പ്രധാനം ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. ശോഭാ സുരേന്ദ്രനെ കായംകുളത്തിറക്കിയാൽ ഇത്തവണ അവിടെ വിജയിച്ച് കയറാമെന്ന് BJP കരുതുന്നുണ്ട്. ആ രാഷ്ട്രീയ ചിത്രത്തിൽ BJPയുടെ പ്രതീക്ഷകൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യവും ആലപ്പുഴ ജില്ലയുടെ പൊതുവിലുണ്ടായ മാറ്റങ്ങളുമാണ് കാരണം. ഈഴവ വോട്ടുകളിലടക്കമുണ്ടാകുന്ന ട്വിസ്റ്റ് അത് ശോഭാ സുരേന്ദ്രന് അനുകൂലം എന്നതുകൂടിയാണ് അവർ കരുതുന്ന കാരണം. എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ? നോക്കുക, ശോഭാ സുരേന്ദ്രൻ്റെ സാധ്യതകൾ എത്രമാത്രം, ഏത് രീതിയിൽ എന്നതുകൂടി നമുക്ക് നോക്കാം. ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ട്, അതായത് എവിടെ മത്സരിച്ചാലും വോട്ടുയർത്തുക എന്ന ഒരു ചരിത്രവും ശോഭാ സുരേന്ദ്രനുണ്ട്. അത് ഇവിടെയും നേട്ടമാകുമെന്ന് അവർ കരുതുന്നുണ്ട്. ഒപ്പം കരുത്തുറ്റ ഒരു വനിതാമുഖം എന്ന പ്രത്യേകത, പാർട്ടിയുടെ മുതിർന്ന നേതാവ്. ഇത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവരുടെ ഒരു കരിയർ ഗ്രാഫ് നോക്കുമ്പോൾ വോട്ടിംഗ് ശതമാനം അവർ ഉയർത്തിയിട്ടുണ്ട്. ആ ചരിത്രം തന്നെ കായംകുളത്ത് ശോഭയെ പരീക്ഷിക്കുന്നതിന് കാരണമാകുന്നപ്പോൾ ഏറ്റവും സാധ്യത അതുതന്നെയാണ്. മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്, അത് നോക്കാം. മറ്റു ചില ഘടകങ്ങളിൽ ഒന്ന് അവരുടെ സമുദായ പ്രാതിനിധ്യമാണ്. അതൊരു പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ, കായംകുളത്ത് നിർണായകമാവുന്ന ഈഴവ വോട്ടുകളെ സ്വാധീനിക്കാൻ ശോഭാ സുരേന്ദ്രനുള്ള ശേഷി, വെള്ളാപ്പള്ളി നടേശനുമായുള്ള അനുകൂല ബന്ധം, ഏറ്റവും അടുത്ത ബന്ധം. മറ്റ് BJP നേതാക്കളെ തള്ളിപ്പറഞ്ഞാലും വെള്ളാപ്പള്ളി നടേശൻ ശോഭാ സുരേന്ദ്രനെ തള്ളിപ്പറയില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടത്. അതുകൊണ്ട് ശോഭയ്ക്ക് അത് അനുകൂലമാണ്. മറ്റൊന്ന്, തീരദേശ വോട്ടുകളെ സ്വാധീനിക്കാൻ ഉള്ള ശേഷി. ഈ തീരദേശം ഈ മണ്ഡലത്തിൽ നിർണായകമാണ്. തീരദേശ വോട്ടുകൾ കൈവിട്ടു, CPMനെ കൈവിട്ടു എന്നതാണ് ലോക്സഭയിൽ കണ്ട ഒരു ചിത്രം. പക്ഷേ തദ്ദേശ ഫലം CPMന് അനുകൂലമാണ്. പക്ഷേ ഇത്തവണ ശോഭ കളത്തിലിറങ്ങിയാൽ അത് ചിത്രം മാറും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വമില്ല. അപ്പോൾ ഈ ശോഭാ സുരേന്ദ്രൻ കളത്തിൽ വരുന്നതോടുകൂടി ചിത്രം മാറും. ഇത്തവണ സംസ്ഥാനത്ത് വിജയപ്രതീക്ഷ BJP പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി കൂടി കായംകുളം മാറുന്നു എന്നതാണ് രാഷ്ട്രീയ ചിത്രം. നമുക്ക് നോക്കാം കായംകുളത്തിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ. ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ, ശോഭാ സുരേന്ദ്രനെ BJP പ്രതീക്ഷ വയ്ക്കുന്നതിൻ്റെ കാരണം എന്താണ്? ലോക്സഭയുടെ കണക്കുകൾ ഉണ്ടാവാം, പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 5000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. ഇപ്പോഴും അവിടെ ശോഭാ സുരേന്ദ്രന് എന്ത് അട്ടിമറി സാധ്യതയാണ് ഉണ്ടാക്കാനാവുക? ശോഭയുടെ ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവരെവിടെ മത്സരിക്കുന്ന ഘട്ടത്തിലും ആളുകളെ ക്യാമ്പയിൻ ചെയ്ത് കയ്യിലേക്ക് കൊണ്ടുവരാനായി കഴിയുന്ന ഒരു കരിഷ്മ ഉള്ള ഒരാൾ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതാണ്. അത് അവർ മത്സരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അത് നമ്മൾക്ക് പ്രകടമായി കണ്ടിട്ടുള്ളതുമാണ്. പ്രത്യേകിച്ച് ഹൈലി പൊളിറ്റിക്കലൈസ്ഡ് ആയിട്ടുള്ളൊരു മണ്ഡലമാണ് കായംകുളം. കാരണം പൊതുവെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത്ര LDF അനുകൂല മണ്ഡലമല്ല, പലപ്പോഴും UDFന് വിജയം നൽകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു അത്തരത്തിലൊരു സാഹചര്യം, അതായത് UDFന് എല്ലാ കാലത്തും വിജയം ആവർത്തിച്ച് നൽകുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ പോലെ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം. പക്ഷേ അവിടെ നമ്മൾ നോക്കുമ്പോൾ രണ്ടിടങ്ങളിൽ എപ്പോഴും ചോരാത്തൊരു ലീഡ് ഇടതുപക്ഷത്തിൽ ഉണ്ടാവാറുണ്ട്. അത് പ്രധാനപ്പെട്ടതിലൊന്ന് ചേർത്തല മണ്ഡലവും മറ്റൊന്ന് കായംകുളവുമാണ്. അവിടെ ഇടതുപക്ഷം കൃത്യമായി ഈ ഇടത് സ്ഥാനാർത്ഥി മറ്റിടങ്ങളിൽ പിന്നിൽ പോകുമ്പോഴും ഇവിടെ ലീഡ് ഉയർത്തി മുകളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ആ ലീഡ് നിലയിൽ തന്നെ, അല്ലെങ്കിൽ ആ വോട്ട് നേടുന്നതിൽ തന്നെ അതിൻ്റെ ഒരു പെർസെൻറ്റേജിൽ വലിയ തോതിലുള്ള കോൺട്രിബ്യൂഷൻ നൽകുന്ന രണ്ട് മണ്ഡലങ്ങളാണ് ചേർത്തലയും കായംകുളവും. അവിടെയാണ് കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് CPM പോകുന്ന ഒരവസ്ഥ വന്നതെന്നുള്ളതാണ്. അത് കായംകുളത്തിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ്. അവിടെ UDF 1ാം സ്ഥാനത്തേക്ക് വന്നു, 2ാം സ്ഥാനത്തേക്ക് BJP വന്നു, 3ാം സ്ഥാനത്തേക്ക് അവിടെ ഇടതുപക്ഷം വന്നു എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറത്തേക്കുള്ളൊരു ആഘാതം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മുന്നിൽ കണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു കഠിനമായ ഒരു വർക്ക് അവിടെ CPM കേന്ദ്രീകരിച്ച് എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നു. അതിൻ്റെ ഒരു റിസൾട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ശോഭ വരുന്നതോടുകൂടി ശക്തമായൊരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അരിത ബാബുവിൻ്റെയും ഒപ്പം
പ്രതിഭയുടെയും കൂടി ഉള്ള ഒരു വോട്ട് വ്യത്യാസം നോക്കിയാൽ വളരെ കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ് ജയം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ UDFും ഒട്ടും മോശമല്ലാത്തൊരു പ്രകടനം കാഴ്ചവെക്കുന്ന ഇടമാണ് കായംകുളം എന്നുള്ളതാണ്. അവിടെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന രീതിയിൽ 3 പേർ അണിനിരന്നാൽ അത് വിജയമാർക്കെന്ന് പറയാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് എത്തും. നേരത്തെ സജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈഴവ വോട്ടുകൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഒപ്പം അതാണ് ചെട്ടികുളങ്ങര അടക്കമുള്ള മേഖലകളിലൊക്കെ ഉള്ള മാറ്റം, അതായത് നല്ല ഭൂരിപക്ഷം നൽകുന്ന പഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇടങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ ശോഭയുടെ ഒരു ഇടപെടൽ, ശോഭ വന്നാൽ അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഈ പറഞ്ഞ പോലെയുള്ള ഒരു പ്രചരണം തന്നെ, ശോഭ വന്നാൽ അതിനകത്ത് മാറ്റം വരുമെന്നുള്ളൊരു പ്രചരണം തന്നെ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഇത്രയും കാലം, അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്രയും കാലം BJPക്ക് ആ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു ട്രെൻഡ്, ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥയും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതിനെയൊക്കെ ആ രീതിയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഇവിടെ ഒരു മത്സരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ ഒരുപക്ഷെ ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPMന് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് കായംകുളം എന്നുള്ളതാണ്. ആ കായംകുളത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഏറ്റാൽ അത് മൊത്തത്തിൽ CPMന് ആലപ്പുഴയിൽ നാണക്കേടാകുന്ന ഒരു സംഭവമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ 2 പോരാട്ടങ്ങൾക്കിടയിൽ UDF അവിടെ കയറി പോകുമോ എന്നുള്ള ഒരു പ്രതീക്ഷ UDFനും ഉണ്ട്. അത്തരത്തിൽ എല്ലാവരും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി, ഏറ്റവും വാശിയേറിയ മത്സരം ആലപ്പുഴ ജില്ലയിൽ നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി കായംകുളം മാറുന്നു എന്നുള്ളതാണ് സജിത്ത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ശരണ്യ സൂചിപ്പിച്ചതുപോലെ കായംകുളം ട്വിസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ചെറുതല്ല, അട്ടിമറികൾക്കുള്ള സാധ്യതയുണ്ട്. ഇത്തവണ കാത്തിരിക്കേണ്ടി വരും ആലപ്പുഴയിൽ കായംകുളം മണ്ഡലം. കായംകുളത്ത് പല സാധ്യതകളുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നൽകുന്ന സൂചന അതാണ്. ഒപ്പം തന്നെ ആലപ്പുഴയുടെ തീരദേശ മേഖല പരമ്പരാഗത ഇടതുപക്ഷ വോട്ട് കേന്ദ്രങ്ങളാണ്. അവിടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവിടെ BJP വോട്ട് കടന്നു കയറാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മണ്ഡലത്തിൻ്റെ റിസൾട്ട് പക്ഷേ മാറിയേക്കാം. അതുതന്നെയാണ് നമുക്കവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യം.